Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഒരു സവാളയാണ് ഇപ്പോൾ ചേർത്തത്. വളരെ ചെറുതായിട്ടാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ക്യാൻഡ് ട്യൂണ വെച്ചിട്ടാണ് ഞാൻ ഈ ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ വാങ്ങിക്കുന്ന ട്യൂണയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തത്. ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് 3 പച്ചമുളക് ചേർക്കാം. ഇവിടെ പച്ചമുളകും കറിവേപ്പിലയും വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. 1.5 ടീസ്പൂൺ വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിവകകളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചേർത്ത എല്ലാ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. ഈ 3 പൊടികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് മീറ്റ് ഇൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓയിൽ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിനുള്ളിലുണ്ടായിരുന്ന ഓയിൽ മുഴുവനും ഞാൻ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് 185 ഗ്രാമാണ് ഈ ട്യൂണ. ട്യൂണ എന്ന് പറയുന്നത് ചൂരമീനാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഫ്രഷ് മീൻ വെച്ചിട്ടാണ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം മീനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം മുള്ളെല്ലാം നല്ലതുപോലെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ മസാലയിൽ ചേർത്തിട്ട് ഫിഷ് കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ ട്യൂണ നല്ലതുപോലെ ഈ മസാലയുമായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് എടുത്തതാണിത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം.
ഇത് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നമുക്കിത് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ട്യൂണയിൽ കുറച്ച് ഉപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്തത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ഒന്ന് ചൂടാറിയ ശേഷം ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഏതെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മീൻ മസാല കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും ഒരു മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് മസാല കൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൈ കൊണ്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇനി അടുത്ത കൈ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. മുട്ടയിൽ മുക്കിയ അതേ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ബ്രെഡ് ക്രംസ് കുതിർന്നു പോകും. അപ്പോൾ ആ നനവ് കാരണം പിന്നെ അടുത്ത കട്ട്ലറ്റ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ടത് കോട്ട് ചെയ്ത് വരില്ല. ഇതുപോലെ ഒന്ന് മുട്ടയിൽ മുക്കിയ ശേഷം അടുത്ത കൈ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ള മീൻ മസാല കൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. 185 ഗ്രാമിൻ്റെ ട്യൂണയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ നമുക്കിതുപോലെ 7 കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫിഷ് ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമ്മൾ വേവിച്ചിരിക്കുന്നത് കാരണം ഇത് അധികം സമയം എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് വശവും കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത വശവും ഇതേ ഒരു കളറിൽ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കട്ട്ലറ്റാണിത്. അയല, ചൂര, നെയ്മീൻ ഈ എല്ലാ മീനും വെച്ചിട്ട് നമുക്ക് ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് നിങ്ങളിതുപോലെ ഫിഷ് കട്ട്ലറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഈ കട്ട്ലറ്റ് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ വളരെ സോഫ്റ്റായിട്ടുള്ള കട്ട്ലറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് വശവും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ബീട്രൂട്ട് കട്ട്ലറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. വെജിറ്റേറിയൻസിന് അത് ഒരുപാട് ഇഷ്ടമാകും. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.